നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് നാടിനെ നടുക്കിയ കൊലപാതക പരമ്പര നടത്തിയിരിക്കുന്നത് ഒരു 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ്. അതിനു മുൻപ് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും യാതൊരു ദുശ്ശീലവുമില്ലാത്ത, നാട്ടുകാർക്കൊന്നും തന്നെ കുറ്റപ്പെടുത്തി പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ശാന്ത സ്വഭാവക്കാരനായ ഒരു യുവാവ് 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. അതും അതിക്രൂരമായി. അതിൽ സ്വന്തം കുഞ്ഞനീനടക്കമുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത പ്രതിപക്ഷെ ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങൾ നടത്തി. പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയുടെ മൊഴി കേട്ട് ആ പോലീസുകാരടക്കം ഞെട്ടി. ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരെയൊക്കെയാണ് കൊന്നതെന്നും എങ്ങനെയാണെന്നും കൊന്നതെന്നും അഫ്വാൻ വിവരിച്ചു തുടങ്ങി. ഇതോടെ വിവരം സ്ഥിരീകരിക്കാൻ പോലീസുകാർ ഓട്ടം തുടങ്ങി. അഫ്വാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞതോടെ കഥകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. 6 പേരെ കൊന്നെന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയായിട്ടുള്ള അഫ്വാൻ പറഞ്ഞിരിക്കുന്നത്. 5 പേരെയും റിപ്പർ മോഡലിലാണ് കൊന്നത്, തലക്കടിച്ച്. ഇതിൽ അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലാണ് അമ്മ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. രാവിലെ 10 മണിക്കും 6 മണിക്കും ഇടയിൽ നടന്ന കൊലകൾ. അടുത്ത കാലത്ത് ഇറങ്ങിയ മാർക്കോ എന്ന സിനിമ അതിക്രൂര കൊലയുടെ കഥയാണ് പറഞ്ഞത്. ഇതിലെ പ്രതികാര കൊലകൾക്ക് സമാനമാണ് വെഞ്ഞാറമൂടിനെ നടുക്കിയ ഈ കൊലകളും. ആ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൽ എടുത്തിരിക്കുന്ന ഓരോ കൊലപാതകത്തിന്റെയും രീതികൾ. അതിന് സമാനമായാണ് ഈ കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്. വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അഫ്വാൻ, മുത്തശ്ശി, ഇളയ സഹോദരൻ, പിതാവിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, പെൺസുഹൃത്ത് എന്നിവരെ 3 വീടുകളിലെത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഉമ്മയാണ് പ്രതി അഫ്വാൻ ആദ്യം ആക്രമിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം. ഉമ്മയോട് അഫ്വാൻ പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിനാൽ ആക്രമിച്ചു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് അത് ഉപേക്ഷിച്ചു. നേരെ പോയത് കല്ലറ പാങ്ങോട്ടുള്ള എലിച്ചുഴി പുത്തൻ വീട്ടിലെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. 1:15 മുത്തശ്ശി സൽമ ബീവിയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടാണ് അഫ്വാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടതെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കഴുത്തിലെ സ്വർണ്ണമാല ഊരി പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റികയും കത്തിയും പ്രതി വാങ്ങിയത്. മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്ന സമയത്ത് തന്നെ അത് ആരും അറിഞ്ഞില്ല. വൈകുന്നേരം പ്രതി സ്റ്റേഷനിലെത്തി അതിനെക്കുറിച്ച് പറയുന്നത് വരെ മുത്തശ്ശി അവിടെ കൊലപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് പുറംലോകമൊന്നും തന്നെ അറിഞ്ഞില്ല. തുടർന്ന് പിതൃ സഹോദരന്റെ വീട്ടിലെത്തി. ചുള്ളിമാനൂർ കൂനൻവേങ്ങ SN പുരത്തുള്ള പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊന്നു. സൽമാ ബീവിയുടെ ഇളയ മകനും സൽമാ ബീവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ലത്തീഫ്. അഫ്വാന്റെ പിതാവ് ഗൾഫിലായതിനാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ലത്തീഫായിരുന്നു. ചുറ്റിക കൊണ്ടാണ് ലത്തീഫിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇയാളുടെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. അഫ്വാന് ചായ ഇടാൻ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഷാഹിദ ആക്രമിക്കപ്പെട്ടത്. ഇരുവരെയും കൊലപ്പെടുത്തിയ അഫ്വാൻ നേരെ സ്വന്തം വീട്ടിലെത്തി. കഴുത്തിൽ ഷാൾ കുരുക്കി വലിച്ച് നിലത്തടിച്ച നിലയിലായിരുന്നു അമ്മ ഷമിയുടെ ശരീരം കിടന്നിരുന്നത്. അമ്മ മരിച്ചെന്നായിരുന്നു അഫ്വാൻ കരുതിയിരുന്നത്. എന്നാൽ അവർക്ക് ജീവനുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് പെൺസുഹൃത്തിനെയും അനിയനെയും പിന്നീട് കൊല്ലുന്നത്. സഹോദരന്റെ ഇഷ്ടഭക്ഷണമായ മന്തി അടക്കം വാങ്ങിക്കൊടുത്തതിന് ശേഷമായിരുന്നു കൊല നടത്തിയിരിക്കുന്നത്. കുഞ്ഞനുജൻ അഫ്സാനെ ചേർത്തിരുത്തി അഫ്വാൻ ബൈക്ക് ഓടിച്ചു പോകുന്നത് സ്ഥിരമായി കണ്ടിരുന്നവരാണ് പെരുമല ആർച്ച് ജംഗ്ഷനിലെ നിവാസികൾ. ഇരുവരും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. കുഞ്ഞനുജൻ ഉൾപ്പെടെ അഫ്വാൻ കൂട്ടക്കൊല ചെയ്തതെന്ന് നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. പിതാവ് വിദേശത്തായതിനാൽ അച്ഛന്റെ കരുതലോടെയാണ് അഫ്വാൻ കുഞ്ഞനുജനെ സ്നേഹിച്ചിരുന്നത്. അഫ്സാന്റെ പഠനകാര്യത്തിൽ ഉൾപ്പെടെ അഫ്വാൻ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ അസുഖവും കുടുംബത്തിന്റെ കടബാധ്യതയും തന്റെ അനുജനെ ബാധിക്കാതിരിക്കാൻ അഫ്വാൻ ശ്രദ്ധിച്ചിരുന്നു. ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞനുജനെ ഉൾപ്പെടെ വധിക്കാൻ അഫ്വാനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നാട്ടുകാർക്കും അറിയില്ല. കൊലപാതകത്തിന് മുൻപ് അനുജനെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടാണ് കുഴിമന്തി വാങ്ങി നൽകിയത്. അതിന്റെ അവശിഷ്ടങ്ങളും ശീതളപാനീയവും വീടിന്റെ വരാന്തയിലെ കസേരയിലുണ്ട്. അസാൻ മുഴുവൻ കഴിക്കാത്തതുകൊണ്ട് പാഴ്സലാക്കി കൊണ്ടുവന്നതാണോ അതോ അമ്മ ഷമിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന് വ്യക്തമല്ല. അഫ്വാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ. പെൺസുഹൃത്തായ ഫർസാനയെ വീട്ടിൽ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊല നടത്തിയത്. മുഖമാകെ തകർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നാണ് പോലീസ് പറയുന്നത്. കൊലയ്ക്ക് ശേഷം ഇവരെ അടിച്ചുകൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക സോഫയിൽ വെച്ചതിന് ശേഷം കുളിച്ച് വൃത്തിയായി ഓട്ടോ പിടിച്ചാണ് അഫ്വാൻ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്.
സ്റ്റേഷനിലെത്തിയ ഇയാൾ താൻ എലിവിഷം കഴിച്ചതായി പോലീസിനെ അറിയിച്ചു. ഉടൻ തന്നെ ഇയാളെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇയാളുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് വിവരം. അവസാന മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അവസാന്റെ മൃതദേഹം. അടുത്ത മുറിയിലായിരുന്ന ഷെമി പരിക്കേറ്റ് കിടന്നിരുന്നത്. ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത്. മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത്. അമ്മയെയും ഫർസാനയും കൊന്ന ശേഷമാണ് കുഞ്ഞനുജനെ വകവരുത്തിയത് എന്നാണ് സൂചന. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഷെമി. വസ്ത്രം മാറ്റി ഉടുപ്പിച്ചാണ് ഷെമിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ലത്തീഫിന്റെ വീട് വിജനമായ സ്ഥലത്താണ്. അടുത്തടുത്ത് വീടുകൾ ഉള്ളിടത്താണ് അഫാൻ താമസിക്കുന്നത്. എന്നിട്ടും സഹോദരൻ അഹ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തുകയും അമ്മ ഷമിയെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും ആരും അറിയാത്തത് അയൽവാസികളെയും പോലീസിനെയും അത്ഭുതപ്പെടുത്തുന്നു. അഫാൻ കൊലപ്പെടുത്തിയ പെൺസുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അഞ്ചലിൽ PGക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത്. പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതാനും ദിവസം മുമ്പ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു. വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത്. ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും. ഇതിലൂടെ സത്യം വ്യക്തമാകുമെന്നാണ് സൂചന. ലഹരിയുടെ അതിപ്രസരത്തിലാണ് കൊലയെന്നാണ് നിഗമനം പറയുമ്പോഴും സാമൂഹിക ബന്ധമില്ലാത്ത പ്രശ്നക്കാരനല്ലാത്ത പയ്യനെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആരും ചെറിയ ശബ്ദം പോലും കേട്ടിട്ടില്ല. ചുറ്റികയ്ക്ക് നെറ്റിയിൽ അതിശക്തമായ ഒറ്റയടി. ഇത് ഏറ്റാൽ ആർക്കും പിന്നെ നിലവിളിക്കാൻ പോലും കഴിയില്ല. ഇത് മനസ്സിലാക്കിയായിരുന്നു അഫാന്റെ കൊലപാതകങ്ങൾ. ഇതിന് കാരണം അഫാന്റെ റിപ്പർ മോഡൽ കൊലയാണ്. എങ്ങനെയാണ് കൊലപാതക രീതി തെരഞ്ഞെടുത്തത് എന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അഫാനെ കുറിച്ച് നാട്ടുകാർക്കൊന്നും മുമ്പ് എന്തെങ്കിലും മോശമായി ചെയ്തതായി അറിയില്ല. നാട്ടിലെ നിശബ്ദനായ നല്ല കുട്ടി. ഇയാളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പോലും ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. ബിരുദധാരിയാണ് അഫാൻ എന്ന് നാട്ടുകാർ പറഞ്ഞു. കുറച്ചുനാൾ പിതാവിനൊപ്പം ഗൾഫിലായിരുന്നു. അടുത്തിടെയാണ് മടങ്ങിയെത്തിയത്. ഇതിനപ്പുറമുള്ള വിശദാംശങ്ങളൊന്നും അറിയില്ല. അയൽക്കാരുമായി ബന്ധമില്ലായിരുന്നു. ലഹരി ഉപയോഗിക്കുന്നതായി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടതായോ നാട്ടുകാർക്ക് അറിയില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും അഫാൻ ചികിത്സയോടൊന്നും തന്നെ സഹകരിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് അഫാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലീസിനും സ്ഥിരീകരിക്കാനായിട്ട് ആവുള്ളൂ. മാത്രമല്ല അമ്മയ്ക്കും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് ഈ ഒരു കൊലപാതകത്തിൽ ദുരൂഹതകളുടെ ചുരുളഴിയുകയുള്ളൂ.